ശ്രേഷ്ഠ ഭാരതം. അഗ്രജൻ തന്നെ പരിചരിച്ചെപ്പോഴും അഗ്രേ നടന്നു കൊള്ളേണം പിരിയാതെ. രാമനെ നിത്യം ദശരഥൻ എന്നുള്ളിൽ ആമോദമൂടു നിരൂപിച്ചു കൊള്ളണം. എന്നെ ജനകാത്മജയെന്നുറച്ചുകൊൾ, പിന്നെ അയോധ്യ എന്നോർത്തിടവിയേ. നന്നായി ചൊല്ലി. ആശയം വിശദീകരിച്ചോളൂ. 14 വർഷത്തെ വനവാസത്തിനായി ശ്രീരാമൻ സീതാസമേതം പുറപ്പെടുമ്പോൾ അനുജനായ ലക്ഷ്മണനും അവരെ അനുഗമിക്കുന്നു. തൻ്റെ മാതാവായ സുമിത്രയുടെ അരികിൽ ചെന്ന് അവസാനമായി അനുഗ്രഹം വാങ്ങാൻ ചെല്ലുകയാണ് ലക്ഷ്മണൻ. ആ സമയം സുമിത്ര നൽകുന്ന ഉപദേശമാണ് പ്രസ്തുത വരികൾ. രാമായണത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ വരികൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ വരികൾ ഇതാണ്: എന്നും രാമനെ പിരിയാതെ നീ നടക്കണം. ദശരഥനെ പോലെ നീ രാമനെ കാണണം. സീതയെ ഞാനായി കാണണം. ദണ്ഡകാരുണ്യത്തെ അയോധ്യയായി കാണണം. അങ്ങനെയാണെങ്കിൽ ഇന്നും നിന്റെ ജീവിതത്തിൽ സുഖമുണ്ടാകും. ജീവിതത്തിൽ കടുത്ത പ്രതിസന്ധികൾ നമ്മൾ നേരിടുമ്പോൾ അതെല്ലാം എങ്ങനെ ലളിതമായി പരിഹരിക്കണം എന്ന ആ വലിയ സത്യമാണ് ധീരയായ ആ വനിത ഈ വരികളിലൂടെ നമ്മളോട് പറയുന്നത്. നന്ദി. നന്നായി വിശദീകരണം.